കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീനും ഗാഥയെ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ പ്രണയത്തോടെ നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും നവീൻ്റെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുന്നത്. അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്ന കണ്ടിട്ട് രണ്ടാളും അങ്ങോട്ട് തിരിയുവാണ്. ഈ സമയം ഗാഥ ചോദിക്കുന്നുണ്ട്, ആരാ ഈ സമയത്ത്, ആരാണെങ്കിലും ഫോൺ എടുക്കണ്ടെന്നേ. അന്നേരം നവീൻ, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോഴായിരിക്കും മുത്തശ്ശിയുടെ കോളാണെന്ന് കാണുന്നത്. അന്നേരം നവീൻ പറഞ്ഞേ, മുത്തശ്ശിയാണ് വിളിക്കുന്നത്. അങ്ങനെ നവീൻ കോൾ എടുക്കുക. എന്താ മുത്തശ്ശി, എന്താ ഈ സമയത്തും? അന്നേരം മുത്തശ്ശി പറയണേ, മോനെ നവീനെ, ഞാനേ ഇന്ന് ഒരു സിദ്ധനെ കണ്ടു. നമ്മുടെ കുടുംബത്തിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പ്രവചിക്കുകയും നിങ്ങളുടെ വിവാഹത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്തത് ആ സിദ്ധൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ്. ആ സിദ്ധൻ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം പരിഹരിക്കാനായിട്ട് ചില പ്രത്യേക പൂജകളൊക്കെ ചെയ്യണം. 41 ദിവസത്തെ കഠിന വ്രതം തന്നെ എടുക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നിങ്ങളോട് രണ്ടുപേരോടും പറയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി വിളിച്ചത്. അല്ല, ഗാഥയോടും കൂടി പറയാനുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോൺ സ്പീക്കറിലിടാം. ഗാഥയും അരികിലുണ്ട്. അത് നന്നായി, ഫോൺ സ്പീക്കറിലിട്, ഗാഥമോളും കൂടി കേൾക്കട്ടെ. അങ്ങനെ നവീൻ ഫോൺ സ്പീക്കറിലേക്ക് ഇടുവാണ് കേട്ടോ. ഈ സമയം ഗാഥ പറയണേ, മുത്തശ്ശി പറഞ്ഞോളും. ഈ സമയം മുത്തശ്ശി പറയുക, മോളെ ഞാൻ നവീനോട് പറയുമായിരുന്നു ഞങ്ങൾ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട സിദ്ധനെ കണ്ട കാര്യം. ആ സിദ്ധൻ നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് രണ്ടാൾക്കും ദീർഘകാലം സ്നേഹത്തോടും സന്തോഷത്തോടും കഴിയുന്നതിനും വേണ്ടി ചില പൂജകളൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. 41 ദിവസത്തെ കഠിനവ്രതം നിങ്ങൾ എടുക്കണം. തിരുമേനി പറഞ്ഞ എല്ലാ പൂജകളും മോള് വേണം നിർവഹിക്കാനായിട്ട്. ഈ 41 ദിവസവും നവീൻ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം. അത് കേൾക്കുന്നതും ഗാഥ പറഞ്ഞേ, മുത്തശ്ശി എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ 41 ദിവസം പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. അന്നേരം നവീനും ഗാഥയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുവാണ്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, നവീൻ നീ മുത്തശ്ശി പറയുന്ന വാക്കുകൾ എതിർക്കാൻ നിൽക്കണ്ട. കളരിക്കൽ തറവാട്ടിൽ എനിക്ക് താഴെയുള്ള ആരും മരണപ്പെടുന്ന കാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജീവനോടെയുള്ളപ്പോൾ അങ്ങനെ ഒരു കാഴ്ച എൻ്റെ മുമ്പിൽ വെച്ച് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്ക് ദൈവിക കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നിനക്കിതൊക്കെ തമാശയായിട്ട് തോന്നും. പക്ഷേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ രണ്ടാളും ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കൂടി നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുവാണ്. അത് കേട്ടിട്ട് നവീനും ഗാഥയും ആകെ ടെൻഷനിൽ നിൽക്കുവാണ്. നവീൻ വല്ലാതെ അപ്സെറ്റ് ആകുവാണ് കേട്ടോ. ആ സമയം ഗാഥ പറയണേ, ഈ മുത്തശ്ശിക്ക് ഇത് ഏത് കളിതാ, ഇത് 2025. നവീൻ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അന്നേരം നവീൻ പറയണേ, എന്തോ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അങ്ങ് അപ്സെറ്റ് ആയിപ്പോയി. അല്ല, ഞാൻ കരുതിയത് ഇതൊക്കെ തന്നെ നല്ലപോലെ ബാധിക്കുമെന്നാ. കാരണം താഴ്ന്ന പൂജാമുറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതും മറ്റുമൊക്കെ കണ്ടപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ തനിക്ക് നല്ല വിശ്വാസമായിരിക്കുന്നതാണ് ഞാൻ കരുതിയത്. അന്നേരം കഥ പറയണേ, അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. നവീൻ ഇതൊക്കെ വിട്, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്ത് നല്ല സന്തോഷത്തിലായിരുന്നു, നല്ല മൂഡിലായിരുന്നു. മുത്തശ്ശി വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം നശിപ്പിച്ചില്ലേ. മൈൻഡ് ആകെ ഒരു അപ്സെറ്റായ പോലെ. എന്തോ കുറച്ച് മുമ്പുണ്ടായ സന്തോഷം ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് നവീനാകെ ഡള്ളായിരിക്കുക. അന്നേരം കഥ പറയണേ, നവീൻ വാ, നമുക്കത് പുറത്തേക്ക് പോകാം. പുറത്തു പോയി മൈൻഡൊന്ന് റിഫ്രഷ് ആക്കിയിട്ട് തിരികെ റൂമിലേക്ക് വരാം. ഇനി അങ്ങോട്ട് നമ്മുടെ സമയം തന്നെയല്ലേ. അങ്ങനെ പറഞ്ഞ് നവീനെയും കൂട്ടിയും ഗാഥ പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ പുറത്ത് അവർ മുറ്റത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നവീൻ പറയുന്നുണ്ട്, വീട്ടിലാരും മുത്തശ്ശിയുടെ വാക്ക് അങ്ങനെ തള്ളിക്കളയാറില്ല. മുത്തശ്ശി പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. മുത്തശ്ശിയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് എങ്ങനെ ഒരു ജീവിതം തുടങ്ങാൻ പറ്റുന്നത്? അന്നേരം ഗാഥ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് മുമ്പിൽ നമ്മളതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇന്നിപ്പോൾ നമ്മുടെ ദിവസം, ഈ രാത്രി എന്താണെങ്കിലും നമ്മൾ ഒന്നിക്കേണ്ട ദിവസം തന്നെയാണ്. അതിനുശേഷം നാളെ കളരിക്കലേക്ക് പോയിട്ട് മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്താ അതുപോലെ? അങ്ങനെ പറഞ്ഞ ഗാഥ നവീനെ നോക്കി ചിരിക്കുവാണ്. ആ സമയം നവീൻ ഗാഥയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയണേ, തൻ്റെ ഈ കണ്ണുകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലും പ്രണയം മാത്രമേ ഉള്ളൂ. നവീനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലും അതേ ചിന്തകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രണയത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. ഈ സമയം നവീൻ ഗാഥയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. അന്നേരം ഗാഥയും നവീനെ ചേർത്തിങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് ഗാഥയുടെ പുറകിൽ വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് തിരിയുന്ന ഗാഥ പാമ്പിനെ കണ്ട് അലറി വിളിക്കുക, അയ്യോ പാമ്പ്, നവീൻ പാമ്പ് വന്നിരിക്കുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഗാഥ അങ്ങ് അലറിക്കറിയുവാണ്. അയ്യോ പാമ്പിനെ ഇപ്പം കൊല്ലും എന്നും പറഞ്ഞ് ഗാഥ ജീവനും കൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുവാണ് കേട്ടോ. പിന്നാലെ ആ പാമ്പും എഴഞ്ഞു പോകുന്നുണ്ട്. നവീനും ഗാഥയുടെ പിന്നാലെ ഗാഥയെന്നും വിളിച്ച് ഓടി ചെല്ലുവാണ്. ഈ സമയം മമ്മിയെന്നും വിളിച്ച് ഗാഥ അലറിക്കളഞ്ഞ് അകത്തേക്ക് ഓടി വരുവാണ്. എന്നിട്ട് അവിടെ പൂജാമുറി കാണുമ്പോഴേക്ക് ഓടിപ്പോയി പൂജാമുറിയുടെ മുമ്പിലിരുന്ന് ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. ഈ സമയം ഒച്ചയും ബഹളവും കേട്ട് സിത്താരയും സിനിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ അവരും പാമ്പിനെ കണ്ട് ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് കേട്ടോ.
ഈ സമയം നവീനോട് ഓടിയെത്തുന്നുണ്ട്. അന്നേരം ഗാഥയാണെങ്കിൽ അവിടെ കരഞ്ഞു വിളിക്കുവാണ്. ഈ സമയം പെട്ടെന്ന് തിരിയുമ്പോഴേക്ക് പാമ്പിനെ അവിടെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ പാമ്പ് അവിടെ നിന്ന് പോയെന്ന് മനസ്സിലാവുന്നതും ഗാഥ ഓടിച്ചെന്ന് മമ്മിയെ കെട്ടിപ്പിടിക്കുക. മമ്മി, ആ പാമ്പ് എന്നെ ഇപ്പോൾ കൊന്നേനെ, എന്നെ കൊല്ലാൻ തന്നെ അത് വന്നത് മമ്മി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുവാണ്. ഈ സമയം മുത്തശ്ശിയും അവിടെ എത്തുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ എല്ലാവരും പരിഭ്രമിച്ച് ടെൻഷനിൽ നിൽക്കുന്നത് കൊണ്ട് അകത്തേക്ക് കയറി വരിക. എന്താ എന്താ പറ്റിയത്? എന്താ എല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ? അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞാൽ മുത്തശ്ശി പറയണേ, ഞാൻ കുറച്ച് മുമ്പ് നവീനെ വിളിച്ച് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് രണ്ടാൾക്കും തുടർന്നുള്ള ജീവിതത്തിലും ചില ദോഷങ്ങൾ കാണുന്നുണ്ടെന്ന്. അതുകൊണ്ട് 41 ദിവസം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് കഠിനമായ ചില പൂജകൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. അതിൻ്റെ ഫലമാണ് ഇതൊക്കെ. അങ്ങനെ മുത്തശ്ശി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സിത്താര മനസ്സിൽ പറയണേ, ഇത്രയൊക്കെ ആയിട്ടും കുടുംബത്തിലെ ശാപത്തെക്കുറിച്ച് അവർ പറയുന്നില്ല, കണ്ടില്ലേ എന്നും പറഞ്ഞ് മനസ്സിലാലോചിച്ച് നിൽക്കുവാണ്. ആ സമയം മുത്തശ്ശി പറയണേ, സിത്താരെ, നമ്മൾ മുതിർന്നവർ വേണ്ടേ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ? അവർക്ക് ചിലപ്പോൾ ഈ വക ആചാരങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായില്ലെന്ന് വരും. എന്നാൽ നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ. സിത്താരയ്ക്ക് എന്താ ഇതിൽ പറയാനുള്ളത്? അന്നേരം സിത്താര പറയുന്നത്, നവീൻ്റെയും ഗാഥയുടെയും ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പൂജകളോ വഴിപാടുകളോ എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ, എത്ര വ്രതം വേണമെങ്കിലും അനുഷ്ഠിക്കാം. കുട്ടികളുടെ ജീവിതത്തിൽ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. പിന്നീട് കാണിക്കുന്നത് തങ്കത്തിനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണ അങ്ങനെ അമ്മക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുവാണ്. ഭക്ഷണം മുഴുവൻ കഴിക്കാൻ പറഞ്ഞ് തങ്കത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം തങ്കം ചോദിക്കുന്നുണ്ട്, അല്ല മോൾ എപ്പോഴാണ് തിരികെ അങ്ങോട്ടേക്ക് പോകുന്നത്? അന്നേരം കൃഷ്ണ പറയണേ, എന്താണെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം നിൽക്കട്ടെ. അമ്മയെ കെട്ടിപ്പിടിച്ച് ഇന്ന് എനിക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങണം. അല്ല, നിന്നെ അപ്പോൾ അവിടെ നവീൻ അന്വേഷിക്കില്ലേ? അത് പിന്നെ നവീന് ഇന്ന് പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട്. വിദേശത്ത് നിന്ന് ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നവീനോട് അനുവാദം ചോദിച്ചിട്ടാണ് പോയത്. നവീൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാലും അത് ശരിയല്ലല്ലോ മോളെ. എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നുണ്ടോ? ഭർത്താവ് വരാൻ എത്ര നേരം ഇരുട്ടിയാലും നമ്മൾ കാത്തിരിക്കണം. അതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. പിന്നെ ആ വീട്ടിൽ ഭക്ഷണമൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. അവിടെ മോൾ അടുക്കളയിലൊക്കെ കയറിയായിരുന്നോ? നവീൻ്റെ അമ്മ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്നേ. അവർ നല്ല സ്ത്രീയാണ്. അവിടെയുള്ള എല്ലാവരും നല്ലവരാ. അവർ അങ്ങനെയൊക്കെ പറയും. എന്നാലും മോള് കണ്ടു അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യണം. നീ നല്ലപോലെ പാചകം ചെയ്യുള്ളൂ. അവിടെയുള്ളവർക്കൊക്കെ മോളുടെ കൈകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അവരും മോളുടെ പാചകമൊക്കെ അറിയട്ടെ. നവീൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മോള് ചെയ്തു കൊടുക്കണം. അമ്മയുടെ ജീവിതത്തിൽ ഇനി കണ്ട് സന്തോഷിക്കാനൊക്കെ നിങ്ങളുടെ ജീവിതം മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഇനി മോളും കഴിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണക്കും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് കൃഷ്ണ വല്ലാണ്ട് ടെൻഷനിൽ ആലോചിച്ച് നിൽക്കുവാണ്. എന്നിട്ട് കൃഷ്ണ പറയണേ, അമ്മ വേഗം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അന്നേരം തങ്കം പറയണേ, വേണ്ട, നീ എന്താ പറയാൻ വരുന്നത്? എനിക്ക് അറിയാം. ചെയ്ത കാര്യത്തിനൊക്കെ മാപ്പ് പറയാനല്ലേ. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എല്ലാം കഴിഞ്ഞു. നീ തിരഞ്ഞെടുത്തത് നല്ല ആളെ തന്നെയാണ്. അയാളോട് നീ സന്തോഷത്തോടെ ജീവിക്കണം. അമ്മക്കിത് കണ്ടാൽ മാത്രം മതി. നമുക്ക് എന്നും രാത്രി പറയാറുള്ളതുപോലെ നമ്മുടെ നാട്ടിലെ കഥകളൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ട് ടെൻഷനോടെ കൂടി നിൽക്കുവാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് സിത്താരയുടെ റൂമിലിരിക്കുന്ന ഗാഥേനെയും സിനീനെയും ഒക്കെയാണ് കേട്ടോ. ഗാഥയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചിരിക്കുവാണ്. അന്നേരം സിത്താര പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതിവിടെ നടക്കുന്നത്? ഗാഥയ്ക്ക് പകരം കൃഷ്ണയെ കൊണ്ട് നവീൻ്റെ ഭാര്യയായിട്ട് കളരിക്കിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചതാ. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ 41 ദിവസം കൂടി വ്രതവും പൂജയൊക്കെ അനുഷ്ഠിക്കണം പോലും. ഈ വിവാഹം കഴിഞ്ഞാലെങ്കിലും ഈ ദോഷങ്ങളെല്ലാം തീരുമെന്ന് വിചാരിച്ചതാ. ഇത്രയൊക്കെ ആയിട്ടും അവരുടെ കുടുംബത്തിലെ ദോഷത്തെക്കുറിച്ച് പറഞ്ഞില്ല. നവീൻ്റെ ഗാഥയുടെ ജീവിതത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് പോലും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു വഴിയിലൂടെ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ ഗാഥമോളുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഇപ്പോഴും എൻ്റെ മോളെ അവരൊരു പണയവസ്തുവായിട്ടല്ലേ കണ്ടിരിക്കുന്നത്. എത്ര ദിവസമായി സമാധാനത്തോടെ ഉറങ്ങിയിട്ട് ഓഫീസിലെ കാര്യങ്ങൾ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇത്തരം മനസ്സിന് സമാധാനമില്ലാത്ത ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ഇതിനൊക്കെ എങ്ങനെ ഒരു പരിഹാരം കാണുന്നത്? അന്നേരം സിനി പറയുന്നുണ്ട്, മാഡം, മുത്തശ്ശി പറഞ്ഞതുപോലെ 41 ദിവസത്തെ കഠിനമായ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ടൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്കും തോന്നുന്നത്. മുത്തശ്ശിയോട് ആ സിദ്ധൻ അങ്ങനെയാണ് പറഞ്ഞതെന്നല്ലേ പറഞ്ഞത്? അന്നേരം സിദ്ധർ പറയുന്നുണ്ട്, അതിലൊക്കെ എന്തുറപ്പാണ് ഉള്ളത്? ഈ സമയം കഥ പറയണേ, മമ്മി, അവർ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇത്രയും നാളും ഈ സർപ്പകഥയും സർപ്പദോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പുച്ഛിക്കുകയാണ് ചെയ്തത്. മമ്മിയും അതൊക്കെ വിശ്വസിക്കുന്നല്ലോ എന്നോർത്ത് മമ്മിയോട് എനിക്ക് പുച്ഛം തോന്നിയത്. പക്ഷേ ഇന്നെനിക്കിത് നേരിക്കണ്ട് ബോധ്യപ്പെട്ടു. സത്യം പറയാലോ, ആ പാമ്പിനെ കണ്ടപ്പോൾ ഇന്നത്തോടെ എൻ്റെ ജീവൻ തന്നെ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. മരണം ഉറപ്പിച്ചതാണ് ഞാൻ. എനിക്ക് മരിക്കേണ്ട മമ്മി. എനിക്ക് എൻ്റെ മമ്മിയുടെയും നവീൻ്റെ ഒപ്പം എനിക്ക് ജീവിക്കണം. പക്ഷേ അതിനുവേണ്ടി ആ മുത്തശ്ശി പറഞ്ഞതുപോലെ 41 ദിവസം കഠിന വ്രതം അനുഷ്ഠിക്കുകയാണെന്നും എനിക്ക് വയ്യ.
മാത്രമല്ല നവീൻ താലി കെട്ടിയത് കൃഷ്ണയുടെ കഴുത്തിലെത്തി. നവീൻ്റെ ഭാര്യ കൃഷ്ണയല്ലേ, അപ്പോൾ ഭാര്യയായിട്ടുള്ള ആ പെൺകുട്ടി വേണ്ടേ ഈ പൂജകളെല്ലാം ചെയ്യാനായിട്ട്? മമ്മി ഒരു കാര്യം ചെയ്ത് ആ കൃഷ്ണയെ വിളിച്ചു വരുത്ത്. എന്നിട്ട് എനിക്ക് പകരം അവൾ തന്നെ നാളെ നവീൻ്റെ ഒപ്പം കളരിക്കിലേക്ക് പോകട്ടെ. 41 ദിവസത്തെ കഠിനവ്രതം അവൾ തന്നെ ചെയ്ത് ദോഷങ്ങളെല്ലാം മാറിയതിനു ശേഷം നവീൻ്റെ ഒപ്പം ഞാൻ ജീവിച്ചോളാം. അതല്ലേ മമ്മി നല്ലത്? ഈ സമയം സിനി പറയുന്നുണ്ട്, മാഡം കൃഷ്ണ അവരെന്ത് കഠിനമായ വ്രതം പറഞ്ഞാലും ആ കുട്ടി അത് ചെയ്യും. അവൾക്ക് അതിനുള്ള മനസ്സും വിശ്വാസമൊക്കെ ഉണ്ട്. അന്നേരം കഥ പറയുക, അതേ മമ്മി അത് തന്നെയാണ് നല്ലത്. 41 ദിവസം നവീനും ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നവീൻ്റെ കൃഷ്ണയുടെ കാര്യത്തിൽ എനിക്കും ടെൻഷനൊന്നുമില്ല. എല്ലാ വ്രതവും പൂജയും എല്ലാ അനുഷ്ഠാനങ്ങളും പൂർത്തിയായതിനു ശേഷം ദോഷങ്ങളെല്ലാം നീങ്ങിയതിനു ശേഷം മാത്രമേ കളരിക്കിലേക്ക് ഞാനിനി പോകുന്നുള്ളൂ. എനിക്ക് മരിക്കണ്ട മമ്മി. നവീനെ എനിക്ക് ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതേ ഇപ്പം മുമ്പിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി നിൽക്കുവാണ് കഥ. ഈ സമയം സിത്താരം പറയണേ, എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇതിനൊരു പരിഹാരം കണ്ടല്ലേ പറ്റൂ. എൻ്റെ മോളുടെ ജീവിതത്തിന് വേണ്ടി എന്തു ചെയ്യാനും ഈ സിത്താര ശ്രീനിവാസ് തയ്യാറാണ്. എന്താണെങ്കിലും നാളെ നവീൻ്റെ ഒപ്പം കൃഷ്ണ തന്നെ കളരിക്കിലേക്ക് പോകട്ടെ. അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പൂജകളും പൂർത്തിയാകട്ടെ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയെ നവീൻ്റെ ഒപ്പം കളരിക്കിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുവാണ് സിത്താരയും ഗാഥയും ഒക്കെ. അപ്പോൾ അവർ സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്